ആയിട്ടാണ്. അപ്പോൾ ഞാൻ നിന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ്. അപ്പം നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ പോയി ചിക്കനൊക്കെ വാങ്ങി നല്ല രീതിയിൽ അരിഞ്ഞ് കഴുകുകയാണ്. നല്ല വൃത്തിയായി കഴുകുകയാണ്. അപ്പം നല്ല വൃത്തിയായപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർമൂസ കറിയാണ്. അപ്പോൾ കർമൂസ കറിക്ക് വറവിടാൻ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചെറിയ ചെറിയ പീസാക്കാണ്. അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി അപ്പം നമ്മൾ കോഴി അപ്പോൾ നമ്മുടെ മസാല കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാം, വെക്കാം. നമ്മുടെ ചട്ടി നല്ല ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഓയിൽ വാരാം. ഓയിൽ. അപ്പം അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കരിവേപ്പിൻ്റെ ഇട്ട് അപ്പോൾ നമ്മളൊക്കെ വറവിട്ട് കഴിയാണ്ട് നമ്മൾ നേരെ അയക്കാനിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ എണ്ണ പിന്നെയും പറയുകയാണ്. എന്തിനു വെച്ചാൽ നമ്മളിനി ചൂടാൻ പോകുന്നത് പപ്പടമാണ്. അപ്പം പപ്പടം ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പം പപ്പടങ്ങളുടെ എണ്ണം കൂടുന്തോറും പാത്രത്തിൻ്റെ വലിപ്പം കൂടണം. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇതിനും നമുക്കിനി സുർക്ക പാരാം. സുർക്ക നമ്മൾ പാരുന്നത് ഈ കോഴിൻ്റെ ഇതിലാണ്. ഞാൻ പറഞ്ഞില്ലയോ, പ്രത്യേക ഒരു മസാലയാണത്. അപ്പോൾ നമ്മൾ അതിലേക്ക് സുർക്ക ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കോഴി നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് പോയി ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മറക്കാൻ കേട്ടോ, എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. നമ്മളെ ടിൻറ്റുപൂച്ച ഇവിടെ നല്ല രീതിയിൽ കാത്തുകയാണ് ചിക്കന് വേണ്ടി. അപ്പം കരിവേപ്പിൻ്റെ ഇല കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇതാണ്, കരിവേപ്പിൻ്റെ ഇല തീർന്നു പോയി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതാണ് അപ്പോൾ ഞങ്ങൾ അടുക്കളയുടെ ആ ഭാഗം. അപ്പം ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ട്, നല്ല മണം, നല്ല രുചി. അപ്പോൾ നമ്മൾ ഇതിനൊരു വേറെ പാത്രത്തിൽ ആക്കാണ്. പ്ലാസ്റ്റിക്കാണ്, ഞാൻ ചൂടുണ്ടായതുകൊണ്ട് പ്ലാസ്റ്റിക്കാണ് ഒരുക്കും. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ആക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ആക്കാം. നമ്മൾ രണ്ടാമത്തത് ഇട്ടു കഴിഞ്ഞു. അപ്പം ഇപ്പോൾ നമ്മൾ ചിക്കൻ എന്താണ് കണ്ടുകോളി. എല്ലാവരും നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ആക്കുകയാണ്. ഇപ്പം നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പഞ്ഞാണ് മക്കളെ. അപ്പോൾ നമ്മൾ ഐറ്റം തുടങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മൾ ബീഫ് ഉള്ളി അരിഞ്ഞു വാട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇറച്ചി കണ്ടില്ല, വറവൊക്കെ എടുത്ത് വന്നിട്ടു. അപ്പോൾ ഇതാണ് മക്കളെ. അപ്പം നമ്മൾ ഇന്നത്തെ മെനു അടിപൊളി എല്ലാവരും കണ്ടു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.